ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം റെൻ്റേ കാറൊക്കെ എടുത്തിട്ട് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഇൻ ഓൺ ബ്രോഡ്വേ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് വന്നത്. ക്ഷീണം കാരണം അപ്പം തന്നെ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെയാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ എതിർവശത്തായി ഈ കാണുന്നത് സെയിൻറ്റ് ബ്രിജിറ്റ് കത്തോലിക്ക പള്ളിയാണ്. തിങ്കളാഴ്ച രാവിലെ 7 മണിയാണിപ്പോൾ സമയം. US-ലെ ഞങ്ങളുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണിപ്പോൾ. US-ലെ സ്ട്രീറ്റ് പാർക്കിങ്ങിനെ കുറിച്ചും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ചും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത്. അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. പോയ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണിത്. 1934 ജൂലൈ 5-ാം തീയതി നടന്നൊരു ലേബർ സ്ട്രൈക്കിൽ പോലീസുമായിട്ടുള്ള ക്ലാഷിൽ പോലീസ് 2 ലേബേഴ്സിനെ വെടിവെച്ചു കൊന്നു. അന്ന് മരിച്ച ആ 2 പേരുടെ പേരും അവർ മരിച്ച ആ സ്പോട്ടും ഇന്നും അതുപോലെ തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബ്ലഡി തേഴ്സ്ഡേ എന്നാണ് ആ ദിവസത്തെ അറിയപ്പെടുന്നത്. മൺഡേ രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, പോയ വഴിയൊന്നും അത്ര ക്ലീൻ അല്ലായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന അവസാനം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഐ ഹോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്. US-ലെ സ്ഥലങ്ങളൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു ടാർഗറ്റാണ് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മെനു ഒക്കെ നോക്കി കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ മോളാണെങ്കിൽ സേഫ് സൈഡായിട്ട് പാൻ കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെള്ളം ഫ്രീ ആണ്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോഫിയുടെ ഓപ്ഷൻസും ഉണ്ട്. ജർമ്മനിയിലാണെങ്കിൽ വെള്ളം പോലും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. എൻ്റെ മോനാണെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ക്രീമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. പാൻ കേക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഫുഡും ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പാൻ കേക്ക് ആണെങ്കിലും ജർമ്മനിയിൽ കഴിച്ചിട്ടുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ജർമ്മനിയിലാണെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഏത് മെനു എടുത്താലും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ് ഹാഷ് ബ്രൗൺ. പൊട്ടറ്റോ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവസാനം ബില്ല് വന്നു. ബില്ല് കണ്ടതും ഞങ്ങളുടെ കണ്ണ് തള്ളി. $72. അതുമാത്രമല്ല, ഇവിടെ ടിപ്പ് വളരെ പ്രധാനമാണ്. സജസ്റ്റഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ആ ബില്ലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 15% ആണ് മിനിമം. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അടുത്തൊരു കാഴ്ച കണ്ടത്. ഇതാണ് വേമോയുടെ ഫുള്ളി ഓട്ടോമേറ്റഡ് സെൽഫ് ഡ്രൈവിംഗ് കാർ. ഇങ്ങനെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വേമോ ആപ്പ് വഴി മാത്രമേ നമുക്ക് ഈ കാറ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലൊക്കേഷൻ അതിനകത്ത് കൊടുക്കുമ്പോൾ അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. സാധാരണ കാറിൻ്റെ ഡോറ് തുറക്കുന്നത് പോലെ ഇതിൻ്റെ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അതിനും ഈ ആപ്പ് തന്നെ വേണം. ജാഗ്വറിൻ്റെ കാറുകളാണ് അവർ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വീണ്ടും ഒരു പുതിയ കാഴ്ച. ഇതാണ് ടെസ്ലയുടെ സൈബർ ട്രക്ക്. എന്ത് രസമാണല്ലേ ഇത് കാണാൻ. ഏതോ അന്യഗ്രഹത്തിലെത്തിയതുപോലെയുണ്ട്. ഞങ്ങൾ അതും നോക്കി കുറേ നേരം നിന്നു. ഇത് സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രക്കാണെന്ന് കണ്ടാൽ പറയില്ലല്ലേ. ജർമ്മനിയിലെ ടെസ്ലയുടെ കാറുകളൊക്കെ ഉണ്ടെങ്കിലും സൈബർ ട്രക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഇവനാള് കൊള്ളാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജർമ്മനിയെ അപേക്ഷിച്ച് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ നല്ല വീതിയാണ് കേട്ടോ. സിറ്റി റോഡിൽ കൂടെ ട്രക്കുകളും ബസ്സുകളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ അത്ര കോമൺ അല്ല. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.